അടുക്കളയിലിരിക്കുന്ന നമ്മുടെ മണി പ്ലാന്റ് പ്ലാസ്റ്റിക് ആണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അല്ലടോ, അതിന് ജീവണ്ടെന്നേ. ഇതുപോലെ വലിയ വലിയ വള്ളികളായിട്ട് പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അതിനെ ഇന്നൊരു ആർച്ച് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു കമ്പിത അതുപോലെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അതുമ്മേ നമ്മുടെ ഈ വളർന്നു വന്നിട്ടുള്ള, അതായത് നല്ല നീളം കൂടിയിട്ടുള്ള മണി പ്ലാന്റിന്റെ ആ വള്ളികൾ ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബൊക്കേറ്റ് പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കട്ടിങ്സ് എടുത്തിട്ടാണ് വേറെ ചെടിയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറയാറുണ്ട് ഇത് വളരാൻ ഭയങ്കരമായിട്ട് സമയമെടുക്കുന്നു. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നല്ല വെയിലുള്ള സ്ഥലത്ത്, അതായത് ഡയറക്റ്റ് വെയിൽ അടിക്കാത്ത സ്ഥലത്ത് ഇതിനെ പ്ലാന്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല മണലുണ്ടല്ലോ, നമ്മുടെ തോട്ടിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന മണല്, അതങ്ങ് എടുത്തിട്ട് ഈ ഒരു സുന്ദരി പെണ്ണിന്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ വെച്ച് കൊടുക്കുന്നു. ഇതിന്റെ മുകളിൽ വീണ്ടും നമ്മൾ ഇതുപോലെ മണലിട്ട് കൊടുത്ത് ഇതിനെ സെറ്റ് ചെയ്യുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു പൂച്ചക്കുട്ടനെയും മേടിച്ചിട്ടുണ്ടായിരുന്നു. സെറാമിക് പോട്ടൊക്കെ നമ്മൾ മണ്ണൂത്തിയിൽ ജോൺസാറിന്റെ കടയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 500 രൂപ 200 രൂപയൊക്കെയാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളൊരു സിങ്കോണിയം കൂടി ആളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പൊതുവെ മണി പ്ലാന്റുകളാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് തരത്തിലുള്ള പോത്തോസ് നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഈ വൈറ്റ് ആൻഡ് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ്. 2-3 ദിവസം കൂടുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക, നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ അതുമുള്ള പരിപാടികൾ. എന്റെ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്കിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഗ്ലാമറിന്റെ രഹസ്യം എന്താ ശ്രീന്ന്? ഇപ്പോൾ അവിടെ നിന്ന് ചുമ്മാ പറഞ്ഞാട്ടോ. നമ്മൾ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഹെയറിലും ഫേസിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കുറച്ചധികം കാലമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സംരംഭം തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്കും കുറച്ച് ബോട്ടിൽസ് കിട്ടിയായിരുന്നു. ഇതിന്റെ റിസൾട്ട് ഗംഭീരമായപ്പോൾ തോന്നി, ഇന്നാ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന്. ഹെസ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളാണ് കേട്ടോ അത്. ഹെയർ ഓയിൽ ഉണ്ട്, ഷാമ്പു ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് പാക്കും കുങ്കുമാതിലേപവും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് ഈ ഉലുവ ഉണ്ടല്ലോ, ഇവിടെ എല്ലാവരും ഉലുവെള്ളം കുടിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഉലുവ മാത്രം അടിയിലങ്ങ് കിടക്കുമല്ലോ, അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് തലയിൽ നിന്ന് തേച്ച് കൊടുക്കും കേട്ടോ. 3-4 ദിവസം കൂടുമ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ നടക്കാറുണ്ട്. ഈ ഫേസ് പാക്കും ഓയിലിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഷാമ്പു തേച്ചുള്ള നല്ലൊരു അടിപൊളി ഉളിയും ഒക്കെ. പിന്നെ ഇവരൊക്കെ ഈ മണം ഉണ്ടല്ലോ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ല്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ കുങ്കുമാതി ലേപം അതുപോലെ തന്നെ ലിപ് ബാം കിടുവാണ്. നല്ല ടിൻറ്റഡ് ലിപ് ബാമാണ്. ലിപ്സ്റ്റിക് ഒക്കെ മാറി നിൽക്കണം. അഫോർഡബിളും ആണ്, നല്ല റിസൾട്ടാണ്.